സീമ സിൽക്സ്, പുളിയന്മല റോഡ്, കട്ടപ്പന. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോൺ. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ, ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ പരിശ്രമിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇരുവരും ചായ കഴിച്ചു പിരിയുകയെന്ന പരിഹാസം. കർഷക കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. നടപടി നേരിട്ടത് ഫ്ലക്സ് ബോർഡിൽ നിന്നും മണ്ഡലം പ്രസിഡന്റിന്റെ തല വെട്ടിമാറ്റിയ മണ്ഡലം കമ്മിറ്റി. BJP ഇന്ത്യയുടെ ചരിത്രം മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്രം പാടെ മാറ്റുകയാണെന്നും പ്രകാശ് ബാബു. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ട്രൈബൽ ഫണ്ട് ക്രമക്കേട്. വിജിലൻസ് അന്വേഷിക്കണമെന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി. ഭക്ഷണ ചെലവ് വിനിയോഗിക്കുന്നതിലാണ് ക്രമക്കേട് ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന് ചായയും പരിപ്പുവടയും കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇവർ ജനത്തെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP ഇടുക്കി സൗത്ത് വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത കേരളം എന്നാൽ 3.5 കോടിയോളം മലയാളികളുടെ വികസനമാണ്. 2004 മുതൽ 2014 വരെ 10 വർഷം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചു. അന്ന് കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിട്ടും എന്ത് ഗുണമാണുണ്ടായത്? കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് ഇന്ന് കടം വാങ്ങാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ജനങ്ങൾക്കായി ഒരു പദ്ധതിയും നടപ്പിലാക്കാതെ
കേന്ദ്രം നടപ്പിലാക്കിയ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയാണ് മുഖ്യമന്ത്രിയെന്നും മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന ചായയും പരിപ്പുവടയും കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിൻ ആ പരിപ്പുവടയും ചായ ഇത്ര നമ്മൾ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴോ ഈ മുല്ലപ്പരിയാറിന്റെ പരിഹാരം എടുക്കാൻ എന്താണ് ചെയ്യാറ്? അപ്പോ എന്തിനാണ് ആഘോഷം? മലയോര മേഖലയിൽ ആരും ആഘോഷിക്കുന്നില്ല, ആശാ വർക്കേഴ്സ് ആരും ആഘോഷിക്കുന്നില്ല, യുവാക്കൾ ആരും ആഘോഷിക്കുന്നില്ല. എൻട്രൻസ് എക്സാം പാസ്സായ യുവാക്കൾ അവർക്ക് തൊഴിൽ കിട്ടാന്നിരിക്കുമ്പോൾ അവർ ആഘോഷിക്കുന്നില്ല. BJP ഇടുക്കി സൗത്ത് വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പന വള്ളക്കടവിൽ വെച്ചാണ് നടന്നത്. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വെച്ച് ഇടുക്കി DCC മുൻ ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ബെന്നി പെരുവന്താനം പറഞ്ഞു. കൂടാതെ വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനകളിൽ നിന്നുമുള്ള ആളുകളും BJPയിൽ ചേർന്നു. BJP സംസ്ഥാന സെക്രട്ടറി S സുരേഷ് തുടങ്ങി BJPയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സിറ്റി വിഷൻ കട്ടപ്പന. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും അക്രമകാരിയായ ചക്കക്കൊമ്പന്റെ ആക്രമണം. ഇന്നലെ രാത്രി 2 മണിയോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ബീർനാവ് ചെമ്പകത്തോഴുകുടിയിലെ റേഷൻ കട ഇടിച്ചു തകർത്തു. റേഷൻ കടയ്ക്കുള്ളിൽ RRT വാച്ചർ ഉറങ്ങുകയായിരുന്നു. ശബ്ദം കേട്ട് ഉണർന്ന രാമരാജാണ് കാട്ടാനയെ പടക്കം പൊട്ടിച്ച് തുരത്തിയത്. വാച്ചർ സ്ഥലത്തുണ്ടായിരുന്നതിനാൽ കൂടുതൽ നാശനഷ്ടം വരുത്തുന്നതിനു മുമ്പേ കാട്ടാനയെ തുരത്താൻ കഴിഞ്ഞു. ഇതിനു മുമ്പും നിരവധി തവണ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഇതേ റേഷൻ കട തകർത്തിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പടക്കം പൊതുതെരഞ്ഞെടുപ്പുകൾ പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴും കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ വിഭാഗീയത അവസാനിക്കുന്നില്ല. വിഭാഗീയത രൂക്ഷമായ കർഷക കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടു. ഫ്ലെക്സ് ബോർഡിൽ നിന്നും മണ്ഡലം പ്രസിഡന്റിന്റെ തലവെട്ടിമാറ്റിയ സംഭവത്തിൽ നടപടി നേരിട്ട മണ്ഡലം കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത്. കാലങ്ങളായി വിഭാഗീയ പ്രവർത്തനങ്ങൾ കൊണ്ട് കുപ്രസിദ്ധ നേടിയ മണ്ഡലം കമ്മിറ്റിയാണ് ഉടുമ്പൻചോലയിലേത്. കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവിനെ കൊണ്ട് ഉദ്ഘാടനം നടത്തിച്ച പരിപാടിയുടെ പ്രചരണ ബോർഡുകളിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് ജോയി കുന്നുകളയുടെ തല വെട്ടിക്കളഞ്ഞ സംഭവം വലിയ വിവാദങ്ങൾ നൽകിയിരുന്നു. സംഭവത്തിൽ ഇരുവിഭാഗവും പോലീസിൽ കേസും നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് വ്യാപകമായ വിഭാഗീയ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ നടന്നിരുന്നത്. സംഭവത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ സംസ്ഥാന നേതൃത്വത്തിനോട് മണ്ഡലം നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യാതൊരുവിധ നടപടിയും വിഷയത്തിൽ കൈക്കൊണ്ടില്ല എന്നാണ് മണ്ഡലം നേതാക്കളുടെ വിശദീകരണം. ഇതിനെ തുടർന്ന് നിയോജക മണ്ഡലത്തിൽ കർഷക കോൺഗ്രസിന്റെ പ്രവർത്തനം നിർജീവമാവുകയും ഇതിൽ നടപടി കൈക്കൊള്ളുകയുമാണ് ചെയ്തതെന്നാണ് വിവരം. എന്ത് രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലാണെങ്കിലും അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. ഇത്തരം കുറ്റകൃത്യം ചെയ്ത കുറ്റവാളികൾ ആരായിരുന്നാലും, ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരായിരുന്നാലും സാമൂഹ്യ വിരുദ്ധന്മാരായിരുന്നാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നെടുങ്കണ്ടം സർക്കിളിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ച കൃഷിഭവൻ മാർച്ചും അതിനു മുൻപ് ആഹ്വാനം ചെയ്ത പരിപാടികളും സജീവമായി നടത്താത്തതിനാലാണ് കമ്മിറ്റി പിരിച്ചുവിടുന്നത് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജോഷ് മാതയാണ് കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. സംസ്ഥാനത്താകെ 9 ജില്ലകളിലെ 17 കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. ഇടുക്കിയിൽ ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ടു. വരും ദിവസങ്ങളിലും ഇത് സംഘടനയിൽ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്നാണ് വിവരം. സിറ്റി വിഷൻ നെടുങ്കണ്ടം. CPI ഉടുമ്പൻചോല മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. നെടുങ്കണ്ടം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. നെടുങ്കണ്ടം ടൗണിൽ പ്രകടനവും നടത്തിയതിനു ശേഷമാണ് നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. യോഗത്തിൽ സുരേഷ് പള്ളിയാടി സ്വാഗതം ആശംസിച്ചു. അജീഷ് മുതുകുന്നേൽ രക്തസാക്ഷി പ്രമേയവും PM ആന്റണി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു.
CPI ദേശീയ എക്സിക്യൂട്ടീവ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതാനാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP ശ്രമിക്കുന്നതെന്നും അതിനുവേണ്ടിയാണ് ലോക്സഭാ മണ്ഡലങ്ങളുടെ വിഭജനം നടത്താനുള്ള നീക്കമെന്നും വിഭജനം പൂർത്തിയാകുമ്പോൾ BJPക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങൾ വർദ്ധിക്കുകയും കേരളത്തിലും തമിഴ്നാട്ടിലും ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുമെന്നും പ്രകാശ് ബാബു പറഞ്ഞു. അതുകൊണ്ടാണ് ആഭ്യന്തര ശത്രുക്കളായി മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും വിചാരധാരയിൽ കൂടി ഗുരുജി ഗോൾവക്കർ പറഞ്ഞു. അത് ഓരോന്നായി അതിന് വ്യത്യസ്തമായ മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ. ചിലരെ നേരിട്ട് വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ മറ്റു ചിലരെ അങ്ങനെ ആയിരിക്കത്തില്ല എന്ന് മാത്രമേ. വേദിയിൽ +2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഗൗരി S. നായരെ ഉപഹാരം നൽകി കെ പ്രകാശ് ബാബു ആദരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷറഫ്, ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ, KK ശിവരാമൻ, MY ഔസേബ്, ജോസ് ഫിലിപ്പ്, ജയ മധു, VK ധനപാൽ, P. പളനിവേൽ, CO ജോയി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കേന്ദ്രം ഭരിക്കുന്ന BJP ഇന്ത്യയുടെ ചരിത്രം മാറ്റാൻ ശ്രമിക്കുകയാണെന്ന CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു. CPI ഉടുമ്പൻചോല മണ്ഡല സമ്മേളനം നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ പ്രകാശ് ബാബു. BJPയുടെ ഏറ്റവും വലിയ ചങ്ങാതിമാർ കോർപ്പറേറ്റുകളാണ്. BJPയുടെ പരിശ്രമം ചരിത്രം മാറ്റിയെഴുതാനാണ്. അതിൻ്റെ ഭാഗമായി NCAPയിൽ മാറ്റം വരുത്തുന്നു. മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചിരുന്നു എന്നത് മറച്ചു വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. 1526 പാനിപ്പട്ടിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ കൂടി ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് ബാബർ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചുവെന്നും അത് ഔറംഗസേബിന്റെ മരണം വരെ 1706 വരെ ഏറെക്കുറെ ഇന്ത്യയിൽ ഒരുപോലെ നിലനിന്നു പോയി എന്നുള്ളതും ഇനിയിപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് മാറ്റാൻ കഴിയും. ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഡൽഹിയിൽ ചില സുൽത്താനേറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടത്തുകയാണ് BJP. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്രം പാടെ മാറ്റുകയാണ്. പകരം പാഠപുസ്തകങ്ങളിൽ കുംഭമേളയുടെ ചരിത്രം പഠിപ്പിക്കുകയാണ് BJP എന്നും പ്രകാശ് ബാബു. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ് ഇന്ത്യയിലെ പുതിയ വിദ്യാഭ്യാസ നയം എന്ന് ഗവൺമെന്റ് പറയുന്ന 2020 വിദ്യാഭ്യാസ നയം. ഇന്ത്യയുടെ ഭരണഘടനയും ചരിത്രവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടെന്നും അതിനുവേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കണമെന്നും പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ട്രൈബൽ ഫണ്ട് ചെലവഴിച്ചതിന്റെ ക്രമക്കേട് സംബന്ധിച്ച വിജിലൻസ് അന്വേഷിക്കാൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിലാണ് തീരുമാനം. ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രോഗിക്കും കൂട്ടിരിക്കുന്ന ആൾക്കും സർക്കാർ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ ചെലവ് വിനിയോഗിക്കുന്ന കാര്യത്തിലാണ് ക്രമക്കേട് നടന്നതായുള്ള ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രോഗിക്കും കൂട്ടിരിക്കുന്ന ആൾക്കും സർക്കാർ ഫണ്ടിൽ നിന്നാണ് ഭക്ഷണ ചെലവ് നൽകി വരുന്നത്. കാലങ്ങളായി ഇതാണ് രീതി. ഒരു ദിവസം 365 രൂപയാണ് ഇവർക്കായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു പതിറ്റാണ്ടിൽ കൂടുതലായി ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ വിവിധ സന്നദ്ധ സംഘടനകളും പല ക്ലബ്ബുകളും എല്ലാ നേരവും ഭക്ഷണം നൽകുന്നുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എല്ലാ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ ഭക്ഷണം സൗജന്യമായി ലഭിക്കും. ഇങ്ങനെ ഭക്ഷണം ലഭിക്കുന്ന ദിവസങ്ങളിലും ട്രൈബൽ രോഗികളുടെ ബില്ല് കൃത്യമായി മാറിയിട്ടുള്ളതായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടതായാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിൽ അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്തു. ട്രൈബൽ ഫണ്ട് തിരിമറി സംബന്ധിച്ച വിജിലൻസ് അന്വേഷിക്കണമെന്ന ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനം പാസാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയ അമ്പാട്ട് ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്തു. എല്ലാ അംഗങ്ങളും ഈ തീരുമാനത്തോട് യോജിക്കുകയും ചെയ്തു. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ,
നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോടു കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. നിർമ്മാണം പൂർത്തീകരിച്ച CPI ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കിയിലെ കർഷകർക്ക് ആദ്യം പട്ടയം നൽകിയ KT ജേക്കബ് ആശാന്റെ പേരിലുള്ള ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് അഭിമാനത്തോടെയാണെന്നും ഇടുക്കിയിലെ മാത്രമല്ല സംസ്ഥാനത്തെ ആകെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് നേതൃത്വമായി നിൽക്കുന്നത് CPIയും റവന്യൂ മന്ത്രി K. രാജനാണെന്നും K. സലിംകുമാർ പറഞ്ഞു. ഉടുമ്പൻചോലയിലെ തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന CPIയുടെ മണ്ഡലം കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത് പരിമിതമായ മുറിക്കുള്ളിലാണ്. തുടർന്നാണ് ബഹുജനങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും സഹകരണത്തോടെ പുതിയ ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഓഫീസിന്റെ ഉദ്ഘാടനം CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ നിർവഹിച്ചു. ഇടുക്കിയിലെ കർഷകരുടെ കൈകളിലേക്ക് ആദ്യം പട്ടയം നൽകിയത് CPI നേതാവായ KT ജേക്കബ് ആശാനാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഓഫീസ് ഉദ്ഘാടനം നടത്തുന്നത് അഭിമാനത്തോടെയാണ്. എന്നും കർഷകർക്കും തൊഴിലാളികൾക്കും ഒപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഭൂപ്രശ്നങ്ങൾ പട്ടയ വിഷയങ്ങളും പരിഹരിക്കുന്നതിൽ നിരന്തര ഇടപെടൽ നടത്തിവരികയാണ്. അതിന്റെ ഭാഗമായാണ് റവന്യൂ മന്ത്രി K. രാജന്റെ ഇടപെടലിൽ പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന പുതിയ ഭൂനിയമമെന്നും സലിംകുമാർ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും കൃഷിക്കാരോടൊപ്പമാണ്. ഈ ജില്ലയിലെ കൃഷിക്കാരെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ്. തൊഴിലാളികളുടെയും പാവപ്പെട്ടവന്റെയും സാധാരണക്കാരന്റെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. ആ പാർട്ടിയുടെ ഓഫീസ് KT ജേക്കബ് ആശാന്റെ പേരിലൂടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സന്തോഷകരമായി പറയുവാനുള്ളത് ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി CPIയുടെ തന്നെ നേതാവായിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് രാജൻ ഭൂനിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നു. ഉദ്ഘാടന യോഗത്തിൽ VK ധനപാൽ അധ്യക്ഷത വഹിച്ചു. KG ഓമനക്കുട്ടൻ സ്വാഗതം ആശംസിച്ചു. CU ജോയി, CK കൃഷ്ണൻകുട്ടി, സുരേഷ് പള്ളിയാടി, അജേഷ് മുതുകുന്നേൽ, MB ഷിജുകുമാർ, MR രാഘവൻ, PM ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ദേശീയപാത തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നല്ല പദ്ധതി വരുമ്പോൾ തങ്ങളുടേതാണെന്നും കുഴപ്പമുണ്ടാകുമ്പോൾ കേന്ദ്രത്തിൻ്റെതാണെന്നും പറയുന്നത് അവസരവാദമാണ്.
എന്താണ് സംഭവിച്ചതെന്ന് ദേശീയപാത അധികൃതർ അന്വേഷിക്കും. കൂടുതൽ നടപടികൾ ഉണ്ടാകും. നാളെ സ്ഥലം സന്ദർശിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഇടുക്കി കട്ടപ്പനയിൽ പറഞ്ഞു. ഇത് ഇങ്ങനെ ഒരു സെലക്റ്റീവ് അല്ലേ, ഇവർക്ക് വേണ്ട സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരല്ലേ. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ രാഷ്ട്രീയം 24/7 ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഒരു സെൻസ് കാണുന്നില്ല. ഒരു ദിവസം അവർ പറഞ്ഞു ഹൈവേ ഞങ്ങൾ ചെയ്താണ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അസംബ്ലിയിൽ പറഞ്ഞില്ല, ആകെ ഇവിടെ നടന്നൊരു ഹൈവേ ആണ്, അതിൻ്റെയും ക്രെഡിറ്റ് മരുമകൻ എടുക്കാൻ നോക്കുന്നു. അത് ചെയ്തത് NHA ആണ്, അത് ചെയ്തത് നരേന്ദ്രമോദിജിയും നിതിൻ ഗഡ്കരിജിയാണ്. NHA ഇതിൻ്റെ ഒരു പൂർണ്ണ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തും. NHA എത്രയോ ലക്ഷം കിലോമീറ്റർ ഗ്ലോബൽ ക്വാളിറ്റീൻ്റെ ഹൈവേ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്, ലോകത്തിൽ അറിഞ്ഞ ഒരു ഓർഗനൈസേഷനാണ്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ, അതിൻ്റെ എന്തായിരുന്നു കാരണം, അത് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആയിരുന്നോ, കോൺട്രാക്ടറിൻ്റെ തെറ്റായിരുന്നോ, അതിന് സർവേൻ്റെ ആയിരുന്നോ, DPRൻ്റെ ആയിരുന്നോ, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ജലവിഭവ വകുപ്പിന്റെ ഡാമുകൾക്ക് സമീപം ബഫർ സോൺ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കിയ നടപടി സ്വാഗതം ചെയ്യുന്നതായി CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. ജനദ്രോഹപരമായ ഒരു നടപടിയും കൈക്കൊള്ളുവാൻ ഗവൺമെന്റ് തയ്യാറാവില്ല എന്നുള്ളതിന് തെളിവാണ് ഈ നടപടിയെന്നും ഇപ്പോൾ കോൺഗ്രസുകാർ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ മത്സരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഡാമുകളുടെ പരിസരത്ത് ഉൾപ്പെടെ ബഫർ സോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി കേരളത്തിന്റെ ഗവൺമെന്റ്, വിശേഷിച്ചും ഇറിഗേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഇടുക്കിയുടെ മന്ത്രി കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ മുൻകൈ എടുത്ത് ഒഴിവാക്കാനെടുത്തുള്ള നടപടിയെ സ്വാഗതം ചെയ്യുകയാണ്. അത്തരം ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റും മന്ത്രിയും പോയത് ഇവിടെ ചില UDFന്റെ നേതാക്കന്മാർ പറഞ്ഞത് അവരാവശ്യപ്പെട്ടത് കൊണ്ടാണെന്നാണ്. അല്ല, ജനകീയ വിഷയങ്ങൾ, ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് മനസ്സിലാക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഏത് മേഖലയിലുള്ള വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഗവൺമെന്റ് എന്ന നിലയിലും, വിശേഷിച്ചും ഒരു മന്ത്രി എന്ന നിലയിൽ ഇടുക്കിയുടെ കൂടി മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ഗവൺമെന്റിന്റെ താല്പര്യം, ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയെടുത്തിട്ടുള്ളതാണ്. അതിന് UDFന് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നല്ല എന്ന കാര്യം കൂടി ഈ അവസരം ഓർമ്മപ്പെടുത്തുകയാണ്. പുലർമഞ്ഞ് 2025 എന്ന പേരിൽ KCYM സംസ്ഥാന ക്യാമ്പ് ആരംഭിച്ചു. കുട്ടിക്കാനം മരിയൻ കോളേജിൽ ആരംഭിച്ച ക്യാമ്പ് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ പുലർമഞ്ഞ് 2025 മലയോര ക്യാമ്പ് കുട്ടിക്കാനം മരിയൻ കോളേജിൽ ആരംഭിച്ചു. കേരളത്തിലെ 32 രൂപതകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. 23 മുതൽ 25 വരെ നടക്കുന്ന ക്യാമ്പ് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. മലയോര ജനതയെ കയ്യേറ്റക്കാരാക്കുന്നത് കപട പരിസ്ഥിതിവാദികളാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണെന്നും വന്യമൃഗങ്ങൾ കാട്ടിലാണ് ജീവിക്കേണ്ടതെന്നും അവ മനുഷ്യർക്ക് ഭീഷണിയാവുമ്പോൾ സത്വര നടപടികൾ സ്വീകരിക്കേണ്ടത് വനംവകുപ്പും സർക്കാരുമാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ജനജീവജാലങ്ങളും സകല ജീവവർഗവും ഒരുമിച്ച് ഈ ഭൂമുഖത്ത് ഒരുമിച്ച് ജീവിക്കേണ്ടതാണെന്നുള്ള സത്യത്തെക്കുറിച്ച് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? നമ്മളെല്ലാം ഒരുമിച്ച് വിശ്വസിക്കുന്ന കാര്യവും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന കാര്യവും ബൈബിളും വേദപുസ്തകങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ കുറിച്ച് ആർക്കും ഒരു ആശങ്കയില്ല. നമ്മുടെ എല്ലാം ആഗ്രഹമാണ്, അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അവിടെയാണ് ഒരു കൂട്ടം കപട പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന ആളുകൾ അതിന് വിഘാതമായിട്ടൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് മലയോര ജനതയെന്ന് പറയുന്നത്. KCYM സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിമലയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ കൂള ആമുഖ പ്രഭാഷണവും കോഴിമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യപ്രഭാഷണവും നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ തോമസ് നരിപ്പാറയിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ജോസ്, കാഞ്ഞിരപ്പള്ളി രൂപത പ്രസിഡന്റ് അലൻ കല്ലൂരാത്ത്, സംസ്ഥാന കോർഡിനേറ്റർ ജിബി ഏലിയാസ്, സിസ്റ്റർ ഡോക്ടർ നോർബർട്ട് എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ പ്രസംഗിച്ചു. ക്യാമ്പ് ഞായറാഴ്ച 2 മണിയോടെ സമാപിക്കും. സിറ്റി വിഷൻ, കുട്ടിക്കാനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ പരിശ്രമിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇരുവരും ചായ കഴിച്ച് പിരിയുകയെന്ന പരിഹാസം.
കർഷക കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു. നടപടി നേരിട്ടത് ഫ്ലക്സ് ബോർഡിൽ നിന്നും മണ്ഡലം പ്രസിഡന്റിന്റെ തലവെട്ടി മാറ്റിയ മണ്ഡലം കമ്മിറ്റി. BJP ഇന്ത്യയുടെ ചരിത്രം മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ചരിത്രം പാടെ മാറ്റുകയാണെന്നും പ്രകാശ് ബാബു. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ട്രൈബൽ ഫണ്ട് ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി. ഭക്ഷണ ചെലവ് വിനിയോഗിക്കുന്നതിലാണ് ക്രമക്കേട് ആരോപണം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. അവധിക്കാലം ആഘോഷിക്കാം. സീമാസിൽ ഷോപ്പ് ചെയ്യാം. വെസ്റ്റേൺ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, ഹുഡീസ്, ഓവർകോട്ട്, ഫ്രോക്സ്, അനാർക്കലീസ്, ജീൻസും ടോപ്പും സ്യൂട്ടും ട്രാക്ക് സ്യൂട്ടും 3/4 കട്ടപ്പന സീമാസിൽ വിലക്കുറവിൻ ആഘോഷം. അവധിക്കാലം കൊതിതീരും വരെ ഷോപ്പ് ചെയ്യാലോ. ലോകോത്തര ബ്രാൻഡുകൾ, പുതുപുത്തൻ കളക്ഷൻസ്, കട്ടപ്പന സീമാസിൽ ഉത്സവമേളം. ഇനി നാട്ടിലെത്തിയാൽ ഷോപ്പിംഗ് ഈസിയാ. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.